എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഉപഭോക്താക്കളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണ്ണപ്പണയ രംഗത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. പുതിയ നയം അനുസരിച്ചുകൊണ്ട് പ്രതിമാസ തിരിച്ചടവ് സംവിധാനമല്ലാത്ത EMI സ്വർണ്ണ വായ്പകൾ പുതുക്കുന്നതിനും മുതലും പലിശയും പൂർണ്ണമായിട്ടും അടച്ചു തീർക്കേണ്ടതാണ്. ഇത്തരം വായ്പകൾ ഒരു വർഷത്തിനകം തന്നെ തിരിച്ചടയ്ക്കേണ്ടതാണ്. വായ്പ അടച്ചു തീർത്താൽ ഉടൻ തന്നെ പണയ സ്വർണം തിരിച്ചു നൽകുന്നതിനുള്ള വ്യവസ്ഥകളും ശക്തമാക്കിയിരിക്കുകയാണ്. പണം അടച്ച് 7 ദിവസത്തിനകം സ്വർണം നൽകിയില്ല എങ്കിൽ ഓരോ ദിവസത്തിനും 5000 രൂപ ഫൈൻ ഉപഭോക്താവിന് നൽകേണ്ടതാണ്. സ്വർണത്തിന്റെ മൂല്യനിർണ്ണയം, വായ്പ, കരാറ്, ലേലം എന്നിവ സുതാര്യമാക്കണം. ലേലം ചെയ്ത് സ്വർണത്തിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൽ വായ്പ തുകയുടെ ബാക്കി ഉപഭോക്താവിന് മടക്കി നൽകേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, ഗോൾഡ് EPFകൾ, സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾ എന്നിവ വാങ്ങുവാൻ വായ്പ നൽകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർണ്ണമോ വെള്ളിയോ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന മാനുഫാക്ചറിംഗ് സ്ഥാപനങ്ങൾക്ക് മൂലധന വായ്പകൾ നൽകുന്നതിനും അനുമതി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.